തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടെങ്കിലും തിരുവനന്തപുരത്തിനും കേരളത്തിനുമായി അഹോരാത്രം പ്രയത്നത്തിലാണ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്ത് റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ക്ലസ്റ്റർ ഒരുക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. യുവാക്കൾക്ക് കൂടുതൽ അവസരമൊരുക്കി തിരുവനന്തപുരത്തെ ഗവേഷണത്തിൻ്റെ കേന്ദ്രമാക്കിയാണ് തൻ്റെ ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു. 16,000-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിലും തിരുവനന്തപുരത്തെ കൈവിടാൻ രാജീവ് ചന്ദ്രശേഖറിനാകില്ല. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളകളിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ അഹോരാത്രം പ്രയത്നത്തിലാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്തിലൂടെ കേരളമാകെ തിളങ്ങണം. അതിന് യുവതലമുറ ഈ മണ്ണിൽ കാലുറച്ചു നിൽക്കണം. അഭ്യസ്തവിദ്യരായ യുവതലമുറ ഇതര സംസ്ഥാനങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കുടിയേറുമ്പോൾ നഷ്ടമാകുന്നത് നാടിന്റെ ഭാവി തന്നെയാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തിനും കേരളത്തിനുമായി കേന്ദ്ര സർക്കാരിന്റെ വാതിലുകൾ ഓരോന്നായി രാജീവ് ചന്ദ്രശേഖർ മുട്ടുന്നത്. മുട്ടിയ വാതിലുകൾ ഓരോന്നായി തുറക്കുന്നു എന്നത് പ്രതീക്ഷാവഹമാണ്. തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ കാഴ്ചപ്പാടുകൾ കേന്ദ്ര സർക്കാരിന് സ്വീകാര്യമായി. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിലേക്കായി കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി മന്ത്രി ജിതേന്ദ്ര സിംഗുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരത്തെയും കേരളത്തിലെയും യുവതലമുറയ്ക്ക് അനന്ത സാധ്യതകൾ നൽകുന്നതാണ് ട്രിക്ക് എന്ന തിരുവനന്തപുരം റിസർച്ച് ആൻഡ് ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന് രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചു. ജനം, ഡൽഹി.